നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പോർ വിളിച്ചു. അബ്രഹാമിൻ്റെ മിസ്രൈമ്യ ദാസിയാണ് ഹാഗാർ എന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ ഭാര്യ സാറായിൽ അബ്രഹാമിന് മക്കൾ ജനിച്ചിരുന്നില്ല. അപ്പോൾ സാറ അബ്രഹാമിനോട് പറഞ്ഞൊരു നിർദ്ദേശമാണ്, നാട്ടുനടപ്പനുസരിച്ച് ബഹുഭാര്യാത്വം ഒരു കാലത്തും വിശുദ്ധ തിരുവെടുത്ത് അനുവദിച്ചിരുന്നില്ല. ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്നുള്ളതാണ്. ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആദാമിന് ഒരു ഭാര്യയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ബഹുഭാര്യാത്വം ചില നാടുകളിൽ നടപ്പാക്കിയിരുന്നു. ഈ ആദിമ പിതാക്കന്മാരൊക്കെ അത് അനുകരിക്കുന്നത് കാണുകയും അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ തന്നെ പരാജയമായി തീരാറുണ്ട്. അത്തരം ഒരു സന്ദർഭമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. സാറയുടെ വാക്ക് അബ്രഹാം അനുസരിച്ചു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുത്ത് കുടുംബം പണിയേണ്ട സ്ഥാനത്ത് ഒരു ചുവട് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണോ ഇല്ലയോ എന്ന് അറിയാതെ ചിലതിന് മൗനമായി അനുവാദം കൊടുത്തത് നിമിത്തം ഇന്നും അത് പശ്ചിമേഷ്യയിൽ നീറിപ്പുകയുന്ന വിഷയമായി മാറുകയാണ്. അപ്പോൾ അബ്രഹാം ഹാഗാറിൻ്റെ അരികിൽ ചെല്ലുന്നു. ഹാഗാർ ഗർഭവതിയാകുന്നു. അപ്പോൾ അവഗണിക്കപ്പെട്ട് കിടന്ന ഇടത്തു നിന്ന് ചില അംഗീകാരം, ചില വിജയങ്ങൾ ഹാഗാറിൻ്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലും ചില ചിന്തകൾ ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ ഈ സാറായുടെ ജീവിതത്തിൽ അവൾക്കില്ലാത്ത ചിലത് ഈ ദാസിയായ ഹാഗാറിന് ലഭിച്ചപ്പോൾ അവളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാനിടയായി. ഹാഗാറിനോട് ആ നിമിഷം മുതൽ ഈ സാറ കാഠിന്യം പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയോ നേരിട്ടൊഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളൊക്കെ മെനയുകയും ചെയ്യുന്ന ജോലി ഇരട്ടിയാക്കുകയോ അത്തരം കാര്യങ്ങളായിരിക്കാം ഹാഗാർ ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സോപാനത്തിൽ നിന്ന് ഒറ്റ നിമിഷം താഴേക്ക് പോകുന്ന ഹാഗാറിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഓട്ടമെന്ന് പറയുന്നത് പലായനമാണ്, ഒളിച്ചോട്ടമാണ്. സമാധാനമില്ലാതെ വണ്ണം അസ്വസ്ഥതകൾ നിമിത്തം, യജമാനത്തിയുടെ കാഠിന്യം നിമിത്തം അവൾ ഒളിച്ചോടുകയാണ്. ഒളിച്ചോടുന്നതായ വേളയിൽ അവൾ ഷൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അതായത് മിസ്രൈമിലേക്കാണ്, താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്കാണ് ഹാഗാർ ഒളിച്ചോടുന്നത്. അപ്പോൾ മിസ്രൈമിൻ്റെ ഏതാണ്ട് അതിരിൽ എത്തിയപ്പോൾ യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷനാകുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെല്ലാം മശിഹ തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് പഴയ കാലഘട്ടത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ ചോദ്യവർഷങ്ങളോടാണ് അവളെ എതിരേറ്റത്. ദൈവത്തിൻ്റെ ചോദ്യങ്ങളൊന്നും കാര്യങ്ങൾ അറിയുവാനുള്ള കൗതുകത്തിലൊന്നും ഉളവാകുന്നതല്ല. ആരായാതെ അറിയാനും അന്വേഷിക്കാതെ ഗ്രഹിക്കാനും ദൈവത്തിന് കഴിയും. അവിടുന്ന് സർവജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ നാം നമ്മെ തന്നെ കാണാനുള്ള ദർപ്പണങ്ങളാണ്. സാറയുടെ ദാസിയായ ഹാഗാർ എന്നാണ് ദൂതൻ അവളെ അഭിസംബോധന ചെയ്തത്. അടിമത്തത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും കീറക്കുപ്പായം ഊരിയെറിഞ്ഞാണ് അവൾ ഓടിപ്പോകുന്നത്. പക്ഷേ ആ മേൽവിലാസമാണ് സ്വർഗം മതിക്കുന്നത്. അപക്വമായ സ്വാതന്ത്ര്യത്തെക്കാൾ നല്ലത് പലതും പഠിക്കാനും പരുവപ്പെടുവാനുമുള്ള ദാസ്യത്വത്തെയാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അതാണ് ദൂതൻ്റെ ചോദ്യം. സ്വന്തം ജീവിത ഉദ്ദേശത്തെ വിശകലനം ചെയ്യാനുള്ള ക്ഷണമായിരുന്നു ആ ചോദ്യങ്ങൾ. ഹാഗാറിൻ്റെ ദാസിയാണെന്നുള്ളത് അവളും സമ്മതിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില സ്വാതന്ത്ര്യങ്ങൾ ഇവൾ ആഗ്രഹിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ദൈവം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമല്ല. അല്പകാലം കൂടെ നീ മടങ്ങിപ്പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത്. മടങ്ങിപ്പോവുക, മടങ്ങിച്ചെല്ലുക ഒരർത്ഥത്തിൽ മാനസാന്തരം തന്നെയാണ്. തിരിയുക എന്ന അർത്ഥമാണ്. അവൾ തിരിഞ്ഞ് യജമാനത്തിയുടെ അരികിൽ കടന്നുപോയി അല്പകാലം കൂടെ കീഴടങ്ങിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കീഴടങ്ങിയിരിക്കാൻ അവൾ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുൻപിൽ തയ്യാറായി.
ആ നിമിഷം ഹാഗാർ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമില്ലായ്മയിൽ എന്നെ ദൈവം കണ്ടു. എല്ലായ്പ്പോഴും എന്നെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഞാൻ അനുഭവിച്ച കാഠിന്യങ്ങളെല്ലാം എൻ്റെ ദൈവം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവൾ പറയുന്ന പദമാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അനിശ്ചിതത്വത്തിൻ്റെ നടുവിൽ, ആരും കാണാനില്ലാത്തപ്പോൾ നമ്മെ കാണുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറുന്നത്. നമ്മളെടുക്കുന്ന ചില യൂടേണുകളാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അല്പകാലം കൂടെ ചില വിഷയങ്ങൾ കീഴടങ്ങി, സമൂഹം നൽകുന്ന ചില തെറ്റായ ധാരണകൾ തിരുത്തി, അല്പകാലം കൂടെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും, അല്പകാലം കൂടെ ഞാൻ വിധേയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ അങ്ങനെ വിധേയപ്പെടുന്നത് കൊണ്ട് സമ്പൂർണ്ണമായ ജീവിതത്തിൽ വെളിപ്പെടുമെന്നുള്ള ചിന്തയിൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.